ഹലോ മച്ചാമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ വാക്ക് സ്റ്റാർ ഗെയിമർ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കളിയായിട്ട് വന്നേക്കാണ് കൂട്ടുകാരെ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ എല്ലാം ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കളിച്ചപ്പോൾ എടുത്തതല്ല, കളിച്ച് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഗ്രാഫിക്സൊക്കെ ഞാൻ പരമാവധി കാണാനൊരു ഭംഗി പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. നേരത്തെ പോലത്തെ കളിയായിരിക്കില്ല ഇനി, അതായത് കുറച്ചും കൂടി മോശമായിരിക്കാം, ചിലപ്പോൾ നല്ലതായിരിക്കാം, എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. എന്നാലും ഇനിയും വീഡിയോസ് വരികയുള്ളൂ. അപ്പോൾ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് എന്നോട് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോൺ പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ കളിക്കാതിരുന്നത്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും ഗെയ്സ്. അപ്പോൾ ഇവിടെ മൊത്തം നിറയെ എനിമികളുണ്ട് കേട്ടോ ഗെയ്സ്. ഇപ്പോൾ തന്നെ ഞാൻ 4 കില്ലാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരുത്തം കൂടിയുണ്ട്. അപ്പോൾ അവനെയും കില്ല് ചെയ്ത് 5 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോംബോ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് VSSും MP5ൻ്റെയും കോംബോ എൻ്റെ അളിയ സീൻ കോംബോ കേട്ടോ. അപ്പോൾ മേളിൽ നിന്ന് ഒരുത്തനുണ്ട്. അവൻ അടിച്ചിട്ട് കൊള്ളുന്നില്ല ഗെയ്സ്. അവനാണെങ്കിൽ നമ്മുടെ റൈഡന് വിട്ടതെന്ന് എനിക്ക് പണി തന്നിട്ടുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് അടിച്ചാൽ പോലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗെയ്സ്. അപ്പോൾ പുറകിൽ നോക്കിക്കൊണ്ട് നിൽക്കണ്ടേ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അവനെ അടിക്കാതിരിക്കാനായിട്ട് പക്ഷേ എൻ്റെ ഗ്ലൂ വാളിനിട്ടാണ് ഗെയ്സ് കൊണ്ടത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഭയങ്കര പണിയാവും ഗെയ്സ്. അപ്പോൾ ഒതേ മുന്നിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗെയ്സ്, പുറകിൽ നിന്ന് അടിച്ചിട്ടു. S?U എന്ന് പറഞ്ഞൊരുത്തിന് എന്നെ പുറകിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, എൻ്റെ ഗ്രാഫിക്സൊക്കെ എങ്ങനെയുണ്ട് ഗെയ്സ്? പണ്ടത്തെ പോലെയല്ല, ഞാൻ പരമാവധി നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നന്നായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. എല്ലാം ക്ലിയർ ആവുന്നില്ലേ? ഇപ്പോൾ നേരത്തെ പോലെ ആ ഗ്ലിച്ചിൻ്റെ ഒരു ഫീലൊക്കെ മാറിയില്ല ഗെയ്സ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്നു എന്നെ കൊന്നവൻ. അപ്പോൾ അവനെ കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഗെയ്സ് ബൈസോണും വെച്ചിട്ട്. അപ്പോൾ അവനൊക്കെ ഇന്ന് നമ്മൾ കില്ല് ചെയ്ത് അവനങ്ങനെ അവഞ്ചിട്ട് എടുത്തിട്ടുണ്ട് ഗെയ്സ്. അവൻ്റെ ആ പൊട്ട ക്യാരക്ടറിൻ്റെ ജീവൻ ഇപ്പോഴും കുറച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ആ ക്യാരക്ടർ മാത്രം എവിടെയൊന്നും എനിക്കൊരു പിടുത്തമില്ല. അതിൻ്റെ പുറകിലായിരുന്നേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഗണ്ണൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ VSSും MP5ൻ്റെ സ്കിന്നൊക്കെ കണ്ടോ മച്ചാന്മാരെ? ഇതെല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയത് തന്നെയാണ്. നമ്മളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നവരാണല്ലോ എടുക്കുകയുള്ളൂ. നമ്മളെ ടോപ്പൊന്നും ചെയ്യാറില്ലാത്തവരാണെന്ന് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബൊക്കെ ചെയ്ത് കാണുക. ഇനിയും നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗെയ്സ്. അപ്പോൾ നമ്മൾ കൽഹരി നിന്ന് തന്നെയാണ് ഇത്ര കില്ലെടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര കില്ലെടുത്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 900 ടോക്കൺസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ MP5ൻ്റെ ഒരു ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കണം. അതിനു മുമ്പ് ഇവിടെ എനിമികളുണ്ടെങ്കിൽ എനിമിനെയൊക്കെ തീർത്തിട്ട് വേണം അത് ഫുൾ എടുക്കാനായിട്ട്. ഒരു ഹുക്ക് ഗണ്ണൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കി നിൽക്കണം ഗെയ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നാൽ പിന്നെ പേടിക്കണ്ട. അപ്പോൾ എൻ്റെ ഗ്ലൂ ആണ് അവിടെ കിടക്കണം. ഞാൻ അതേപോലെ കണ്ട. അപ്പോൾ അവനെ നമ്മൾ തീർത്ത് വിഗ്ഡ് സിക്ക് എടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇനി നമുക്ക് MP5ൻ്റെ മാക്സൊക്കെ ഒന്ന് വാങ്ങിക്കണം. അതിന് മുമ്പ് ഇവിടേക്ക് എനിമി ഉണ്ടോ എന്ന് തെപ്പി തരഞ്ഞാലേ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എനിമിയാണോ നിൽക്കുന്നത് ഗെയ്സ്? കേട്ടോ ഗ്ലൂ വാളൊക്കെ എടുക്കുന്നു. അപ്പോൾ എനിമിയല്ല ഗെയ്സ്, എനിമിയല്ല. ഞാൻ എനിമിയാണെന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാം. അപ്പോൾ ഞാനിവിടെ ഹുക്ക് ഗണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹുക്ക് ഗണ്ണ് വാങ്ങിച്ചിട്ട് ഉണ്ടിയും വാങ്ങിച്ചു. ഞാൻ MP5ൻ്റെ ഇത് വാങ്ങിച്ചില്ല, അപ്ഗ്രേഡ് ചിപ്പ് വാങ്ങിച്ചില്ല ഗെയ്സ്. സോറി. അത് വാങ്ങിക്കാനാണ് ഞാൻ പോയത്, പക്ഷെ മറന്നുപോയി. അപ്പോൾ നമുക്കത് വാങ്ങിച്ചിട്ട് വീണ്ടും നാട് വിടാം ഗെയ്സ്. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് കില്ലെടുക്കാം. ഇവിടെ തന്നെ നമുക്ക് മൊത്തം നിന്ന് ഫൈനൽ റൗണ്ട് ഇവിടെ തന്നെ നമുക്ക് അങ്ങ് തീർത്തേക്കാം ഗെയ്സ്. അപ്പോൾ എങ്ങനെ കളി പോകും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ബ്ലറാവുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പരമാവധി പണ്ടത്തേക്കാളും വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ബെറ്റർ ബ്രൈസ്. ഇറ്റ് ഈസ് വേ ബെറ്റർ ദാൻ ബിഫോർ. നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് വേ ബെറ്റർ ദാൻ ബിഫോർ. അപ്പോൾ നമ്മുടെ റിവൈവൽ പോയിൻ്റിൽ നിന്നൊരു ജീവനെടുത്താൽ പിന്നെ കൊന്നാൽ നമുക്ക് തിരിച്ചു വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് പേടിച്ച് നിന്നിട്ടാണ് എടുക്കുന്നത്. ചത്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മൂഞ്ചും. ഇപ്പം തന്നെ ഞാൻ 11.6 സ്റ്റാറാക്കി. എൻ്റെ ആളിയെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിച്ചല്ലോടാ. ഇത്തിരിയും കൂടിയും കൊണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തീർന്നേനെ കേട്ടോ. കളി ഇവിടെ ചേർന്നതിന് ഒരുത്തൻ വേറെ പുറകിൽ നിന്ന് പോകുന്നുണ്ട്. മാപ്പിൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മാപ്പിൽ കൂടെ ഒരു കാറ് തന്നെ പോകുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഗ്ലൂ വാളിട്ടത് സപ്പോർട്ട് എന്ന് കേട്ടോ. അപ്പോൾ എന്നെ അടിച്ചവനെ ഞാൻ കണ്ട പുറകിൽ കണ്ടോ, എവിടെന്നോ അടിക്കേണ്ട ആരൊക്കെ വേണ്ടി. അപ്പോൾ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവൻ മേളിലാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് മേളിലേക്ക് ഇനി കയറി വെച്ചാൽ ഇവിടെ തന്നെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ ഗെയ്സ്. അവനെ മേളിൽ ചെന്നിട്ട് നമുക്ക് അവനെ തല അങ്ങ് വെടി വെച്ച് പൊട്ടിക്കാം ഗെയ്സ്. അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്തടിയെന്ന്
ആ വലിയ മുകളിലേക്ക് നിൽക്കുന്ന സ്ഥാനത്തു നിന്നാണ് കേസിനെ അടിക്കുന്നത്. എന്ത് ചെയ്യാനാണെന്ന് നോക്കണേ എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ മച്ചന്മാരെ നമുക്ക് എന്തായാലും കയറി ചെല്ലാം. മുകളിൽ നിൽക്കുന്നതിനെ ആദ്യം തീർത്തിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാം കേട്ടോ. അപ്പോൾ മുകളിലുള്ളവനെ തീർത്തിട്ട് ദേ കോയിൻ കിടക്കണം, അതൊക്കെ എടുക്കണം. അപ്പോൾ മുകളിൽ ചെന്നിട്ട് എന്നെ ആദ്യം അടിച്ചവനെ നമുക്ക് അവിടെ വെച്ചിട്ട് തീർത്തിട്ട് നമ്മുടെ റിവൈവൽ പോയിൻറ്റും കൂടി എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ദേ ഹുക്ക് ഗൺ ഇട്ട് നമുക്ക് കയറാം. ഹുക്ക് ഗൺ വെച്ചിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, ഗൺ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാൻ അവൻ നമ്മളെ കാണാൻ വഴിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കയറി ചെല്ലാം. അവൻ കണ്ടാൽ തന്നെ അവനൊന്ന് ഇനീറ്റേ നമ്മൾ തീർന്നു കേസ്. അതാ പാട്. അവനൊന്ന് എണീറ്റ് ചാടി അടിച്ചാൽ തന്നെ നമ്മൾ തീർന്നു. ദേ ഇരിക്കുകയാണ് കോബ്ര MP40 കൊണ്ട്. ഏതാ നമ്മളങ്ങ് കുത്തി പിടിച്ച് ഓടിക്കൊണ്ടിട്ടുണ്ട് ഈ സംഗതി. നമ്മൾ മോൺസ്ട്രസ് കില്ല് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ 800 ടോക്കണിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് നമ്മുടെ ജീവൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ മെഡിക്കറ്റൊക്കെ വെച്ച് അടിച്ച് വെസ്റ്റും ഫുള്ളാക്കിയിട്ട് നമ്മളിനി ഇറങ്ങി പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റിവൈവൽ പോയിൻ്റൊക്കെ എടുക്കണം. ആ മേളിൽ നിന്ന് എന്നെ അടിച്ച ഒരുത്തനില്ലേ, അവനെ തീർക്കാൻ പറ്റില്ല ഗൈസ്. ഇവൻ പ്രൈം ലെവൽ 3 ആട്ടോ. ഇവൻ്റെ ഗ്ലൂ വാൾ ഇത്. കാരണം ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നാണല്ലോ, എനിക്കറിയാലോ ഇപ്പോൾ ഇവിടെ ഏത് ഗ്ലൂ വാൾ വരുമല്ലോ എന്ന്. ഇപ്പം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. മറ്റൊരുത്തിന് റെഡ് ടവറിൻ്റെ മുകളിൽ എവിടെയും കണ്ടാണ് ഗൈസ്. അവിടെ വരെ പോയി അവനെ തീർക്കാം. പക്ഷെ അവിടെ ഇനി ഹുക്കിനൊന്നും അവിടെ വരെ പോകാനുള്ളൊരു കഴിവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റിവൈവൽ പോയിൻ്റ് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അതായിരിക്കും ബെസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് ഒന്നും പേടിക്കാണ്ട് പോവാം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് റിവൈവ് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ കിട്ടത്തുള്ളൂ കേസ്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്തിട്ട് പോവാം. അപ്പോൾ ദേണ്ട ഒരു തന്നെ അത് സക്കുണയല്ലേ, അല്ല സുഗുണയില്ലേ, സുഗുണ എനിക്ക് പറയുന്നത് സക്കുണ എന്നായി പോവാണ് കേസ്. സുഗുണയിൽ നമ്മളങ്ങനെ തീർത്തിട്ടുണ്ട്. അവിടെ ഇതാണ് VSSൻ്റെ പവർ കേട്ടോ. 4x ഇട്ട് ദൂരത്തേക്ക് അങ്ങ് കുത്തി അങ്ങ് പിടിക്കുക കേട്ടോ. അത് സീനാണ് കേട്ടോ. എനിക്കത് അതുകൊണ്ടാണ് VSSന് ഇഷ്ടം. പണ്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പണ്ട് ഒരുമാതിരി ചൊക്കളാച്ചി കണ്ണ് എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞോളൂ, നമ്മുടെ റിവൈവൽ പോയിൻ്റ് എടുക്കുക, ഇവിടെ നിന്ന് എസ്കേപ്പ് അടിക്കുക, എനിമീസിനെ തീർക്കുക. അതാണ് നമ്മുടെ ഇനി ആകെയുള്ളൊരു ലക്ഷ്യം കേസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1000 ടോക്കൺ വരെയുണ്ട്. അപ്പോൾ ഇനി ഗ്ലൂ വാൾ ഒന്ന് കവർ വെച്ചെടുക്കുക. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടേക്കാം. ആരെങ്കിലും ഫ്ലെയിം ത്രോവർ വെച്ച് നമുക്കിട്ട് കീ ചെയ്യുക. നമ്മളിവിടെ തീർന്നു കേസ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടാൽ നമുക്ക് ഇതുവഴി ഇറങ്ങിപ്പോവാം. അല്ലെങ്കിൽ അവൻ ഇതുവഴി കയറി വന്നാൽ നമുക്ക് തീർക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എവിടെ ഇപ്പോൾ ഞാൻ ഇട്ടാലും ഗ്ലൂ വാളിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് വയ്ക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇറങ്ങിപ്പോവാം നമുക്ക് ഓടി, അല്ലെങ്കിൽ കറങ്ങി നിൽക്കാം നമുക്ക് ബാക്കിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഇടാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടുകണ്ട കേസ്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് അടിക്കാം. അങ്ങനെ എൻ്റെ അളി ഞാനത് എടുത്തില്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. കളി ഇവിടെ വെച്ചേ തീർന്നേനെ. ശരിക്കും തീർന്നേനെ ഗൈസ്. സീനായിരുന്നു കേട്ടോ അത്. അവൻ ഹെഡ് അടിച്ചാൽ വിട്ടത്. ഞാനവനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അവിടെ മറന്നു പോയായിരുന്നു അവൻ്റെ കാര്യമേ. അപ്പോൾ ഞാൻ മുകളിലേക്കാണ് അവൻ ഭാഗ്യത്തിന് അടിച്ചില്ല കേട്ടോ. ഇപ്പോൾ അടിച്ചായിരുന്നെങ്കിൽ പോലും ഞാൻ ചത്തേനെ. അപ്പോൾ ഇവിടെ ഇറങ്ങി നമ്മുടെ ഗണ്ണൊക്കെ നമുക്ക് അങ്ങ് എടുക്കാം. മുകളിലാണെങ്കിൽ ഹെഡ് അടിക്കാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൂ വാൾ ഇട്ട് വയ്ക്കാം. മുകളിലേക്ക് ഒരു ഗ്ലൂ വാൾ ഇട്ട് വയ്ക്കാം. അപ്പോൾ പേടിക്കാണ്ടെന്ന് ഇടാലോ. അപ്പോൾ ഗ്ലൂ വാൾ ബട്ടൺ വർക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂ വാൾ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലൂ വാൾ താഴത്തെ പൊട്ടിയാൽ പോലും താഴേക്കോട്ട് അടിക്കാണ്ടിരിക്കാൻ താഴെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗോജ സത്തോറയാണ് ഗൈസ് നമ്മുടെ ഗ്ലൂ വാളുള്ളത്. പിന്നെ എന്ത് പേടിക്കാനാണ്, ബ്രേവസ്റ്റ് മജീഷ്യനാണ് ഗൈസ്. അല്ലേ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഒന്നും കാണാറില്ല. നമ്മുടെ വായിൽ വന്ന് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. സോറി ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ നറൂട്ടോ ഫാൻ കേട്ടോ. കാര്യമായിട്ടും പറയുന്നതാണ്, ഞാൻ നറൂട്ടോ ഫാൻ തന്നെയാണ്. നറൂട്ടോയുടെ ഷിപ്പിടെ മൊത്തം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് പുറകെ നിന്ന് അടിച്ചു. അപ്പോൾ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് തീർത്ത് കളയാം. അപ്പോൾ അവൻ മുകളിൽ നിന്ന് അടിച്ചേട്ടോ. എൻ്റെ ബാറ്റൊക്കെ കണ്ട സെയിം ബാറ്റാണ്. ഓരോ കളിക്കും ബാറ്റിൻ്റെ സ്കിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീർക്കാനുള്ളവൻ ഇവിടെ ചെന്ന് അടിച്ചവനാണ് ഗീസ്. അവൻ താഴേന്നോ മുകളിൽ നിന്നോ എവിടെ നിന്നോ ആണ് അടിച്ചേക്കുന്നത്. അപ്പോൾ എവിടെയാണെന്ന് മാത്രം എനിക്ക് കാണില്ല. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാൽ നിങ്ങൾക്കത് ബോറാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതൊരുമാതിരി ബോറിങ് ആയി പോവും. കാരണം ഇവിടെ തന്നെ കുറച്ച് നേരം എടുക്കും കേട്ടോ കണ്ടുപിടിക്കാൻ തന്നെ. അപ്പോൾ അതേ നിൽക്കണം ഒരുത്തൻ കയറിപ്പോയി. അപ്പോൾ അവനെ പോയി നമുക്കങ്ങ് കാച്ചി വിടാം. അപ്പോൾ ഇനി കുറച്ച് സ്പീഡ് കുറച്ച് നമുക്ക് സാവധാനം പറഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ സേഫ് സോൺ വിൽ ഷ്രിങ്ക് ഇൻ 0.3 സെക്കൻഡ്സ് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു കില്ല് നമ്മൾ ഗുമ്മിയതല്ല, അവിടെ നിൽക്കുമായിരുന്നു, പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. നമ്മൾ പുറകിൽ വെച്ച് അങ്ങനെ അടിച്ച് തീർത്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഇങ്ങനെ 2 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കില്ല് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി പണ്ടത്തെ പോലെ ഗ്ലിച്ചാണ്, ഹാങ് ആണെന്നൊന്നും ആരും പറയാൻ നടക്കരുത്. ഹാങ് ആയിരിക്കാം, ഞാൻ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹാങ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രാഫിക്സ് എടുക്കുന്ന വീഡിയോയുടെ ഏറ്റവും ഹയ്യസ്റ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി ആർക്കും ക്ലിയർ ആയില്ല, കാണാൻ പറ്റുന്നില്ല എന്ന് പറയാൻ നടക്കരുത്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, പണ്ടത്തെ വീഡിയോക്കാളും മികച്ച ഗ്രാഫിക്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് നോക്കി അറിയാം ഏറ്റവും പരമാവധി ഏറ്റവും ഹയസ്റ്റ് ഗ്രാഫിക്സ് വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയതിൻ്റെ കാരണം ഇവനെ കൊല്ലം ഞാൻ മണിക്കൂറുകൾ എടുത്തിട്ടോ. ഇവനിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കെന്ത് ചെയ്തിട്ട് അടിച്ചിടാൻ ചാനൽ എൻ്റെ ഉണ്ടയൊക്കെ തീരാറായിട്ടാണ്. എൻ്റെ ഉണ്ടയൊക്കെ തീരാറായി. VSSൻ്റെ ഉണ്ട തീർന്നെന്ന് പറയാം, നമുക്ക് കംപ്ലീറ്റ്ലി തീർന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി ഇനി അറിയാം ഞാൻ എന്തുകൊണ്ടാണ് വെടി വയ്ക്കാത്തതെന്ന്. VSS കൊണ്ട് അടിക്കാത്തതിൻ്റെ കാരണം തന്നെ അതാണ്. VSSൽ കുറച്ചും കൂടി ഉണ്ട്. VSS ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി VSS വെച്ചിട്ട് അവനെ കൊന്ന് തീർത്ത് അവനെ വണ്ടി കത്തിച്ചു. ഇനി നിങ്ങൾ നോക്കിക്കോണം, ഞാൻ VSS അങ്ങനെ എടുക്കുന്നില്ല, കാരണം എൻ്റെ VSSൻ്റെ ഉണ്ട തീർന്നു. ഇനി ഇവൻ്റെ കയ്യിൽ ഉണ്ടയുണ്ടോ എന്ന് നോക്കാനാണ് ഞാനിപ്പോൾ VSS എടുത്ത് കയറിയേക്കുന്നത് തന്നെ. പക്ഷേ ഇവൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പാവം ഓടിപ്പോയത് കേട്ടോ. എനിക്ക് കാര്യം മനസ്സിലായില്ല. പാവം ഓടി കണ്ടത് അവിടെ നിൽക്കുന്ന. എനിക്ക് ഇപ്പോൾ VSS കൊണ്ട് അടിച്ച് ആ 2 പേരെ എനിക്ക് തീർക്കാവുന്നുള്ളൂ. ഞാൻ അടിക്കാത്ത കാരണം VSSന് ഒരു തുള്ളി ഉണ്ടയില്ല. പിന്നെ MP5 വെച്ച് കയറി ചെല്ലുക എന്നത് മാത്രമാണ് ശരണമുള്ളൂ. MP5ൽ നമ്മൾ വെടി വയ്ക്കാത്തതുകൊണ്ട് ആ 30 ഉണ്ടതിനകത്ത് കിടക്കും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് VSS വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആദ്യം കൊന്നവൻ്റെ ആ ലൂട്ടിൽ നിന്ന് എനിക്ക് ഉണ്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ കയറി ചെന്നിരിക്കുന്നത്. അപ്പം സീനായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇഗ്നീസ് ഇട്ട് അവൻ്റെ ഗ്ലൂ വാളങ്ങ് പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്ലൂ വാൾ പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ അത് കൊണ്ടുവന്നിട്ടു. അപ്പോൾ നമുക്ക് ഗ്ലൂ വാളങ്ങ് പൊട്ടിച്ച് കണ്ട് നല്ല നമുക്ക് ഈച്ചി മോൺസ്ട്രസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ചെയ്യാം. ഇനി 2 പേര്. ഇവൻ്റെ M10 ആണ് ഗൈസ്. എൻ്റെ അളിയാ ഓറുകളിലായി ചത്തേനെ. അപ്പോൾ അവൻ്റെ റിലോഡാകാൻ പോയത് നമുക്ക് അവനെ കുത്തിപ്പിടിച്ച് അടുത്ത മോൺസ്ട്രസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങൾക്ക് നോക്കി അറിയാം. അപ്പോൾ നോക്കാനായിട്ട് ഞാൻ അവിടെ ബ്ലാക്ക് ആക്കി വെച്ചിരിക്കുകയാണ്, സോറി ഗൈസ്. അപ്പോൾ ഇനി ഞാൻ പറയാം, ഇനി ഒരാളും കൂടിയും കഴിഞ്ഞാൽ ഞാനിവിടെ ബൂയിയാണ്, സോളോയിൽ ബൂയി അടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മുഹൂർത്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരും കാണുന്നില്ല എന്നും എനിക്കറിയാം. ചിലവരൊക്കെ ഉണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് അടിച്ച് എന്താവുമെന്ന് മാത്രം നോക്കിയിരിക്കുന്നത്, ക്ലൈമാക്സ് എന്താവുമെന്ന് മാത്രം നോക്കിയിരിക്കുന്നവരുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാനതിന് കുറ്റം പറയാം. ദേ നിൽക്കണ ഒരുത്തൻ, അവനങ്ങ് VSS കുത്തിപ്പിടിച്ച് മോൺസ്ട്രസ്. ദിസ് ഇസ് ദ ബൂയ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.